ഹലോ, ആ ഞാൻ ഇപ്പൊ എത്തും. പിന്നെ ചായ വേണ്ട, ഷാർജ മതി. ഓ ശരി, ഈ ചെറുക്ക് ഇതോടെ പോയി. അമ്മ, ഇന്നൊരു വീട്ടില് പെണ്ണുണമുണ്ട്. അല്ല നിന്റെ കയ്യില്? അമ്മ ഇത് മാലയും ഇത് ബൊക്കയും. എടാ, നമ്മള് പെണ്ണ് കാണാനാണ് പോണത്, അല്ലാതെ കല്യാണം കഴിക്കാൻ അല്ല. അമ്മ 110 വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് ചായം കുടിച്ച് മടുത്തമ്മ. ഇനി എന്നെ കൊണ്ട് വയ്യ. എനിക്കിത് അറിയായിരുന്നടാ, അതാണ് ഞാൻ എപ്പേ പെണ്ണിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഷാർജ മതിന്ന്. ഞാൻ ഇത്ര നേരം വെളിയിൽ കാത്തിരിക്കണെന്ന് അറിയാമോ? നീ ആരെടി? ഞാനാണ് ഇങ്ങനെ താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ്. കടക്കടാ പുറത്ത്. നീ എന്തിനാണിക്കുന്നു? അല്ല അപ്പ കടക്കാൻ പറഞ്ഞു. അവളെ എന്നിട്ടുണ്ട് ഇറങ്ങാനാണ് ഞാൻ പറഞ്ഞത്. അവക്കൊരു കിളി പോയ പെണ്ണാണ്. എടാ, നീയും കിളി അവളും കിളി, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ വീട്ടിനെ കിളിക്കൂടാക്കുവോ? അമ്മ ഐശ്വര്യായിട്ട് വിളക്കെടുത്തൊന്ന് കത്തിച്ചാണമ്മ. ഞാൻ തന്നെ ശരിയാക്കൂടി. ഇന്നാ വിളക്കടിച്ചിട്ടോട് വേണേ കത്തി. ഇതെന്തിരി കത്താത്തത്? എല്ലാരും പറയും പെണ്ണു വീട്ടിലെ വെളിച്ചാണെന്ന്. ഇവള് വന്നാ നമ്മൾ ഇരുട്ടിലാക്കിയേ. വെളിച്ചെണ്ണ പച്ചവെള്ളം ഒഴിച്ചു വെച്ചാ പിന്നെ എങ്ങനെ തിരിയെത്താനാ? അമ്മ അതൊക്കെ പോട്ട്. നീഞ്ഞോ അമ്മ. അയ്യോ, തലമുട്ടിച്ച് കൊല്ലാൻ നോക്കണേ. അയ്യോ അമ്മ, തല മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതല്ല. കല്യാണപ്പെണ്ണിന്റെ തല പിടിച്ച് അമ്മാവിന്റെ തലയിലടിക്കുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. മണ്ട അടിച്ച് പൊളക്കാണോ ട്രെൻഡ്? ഞാൻ നിന്നെ ചേട്ടാ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ എന്റെ കൂട്ടുകാരി ഗീതയെ കണ്ടപ്പോഴേ നിങ്ങളെ കണ്ണ് നിറഞ്ഞാണ്ടല്ല. എടി 10 കൊല്ലത്തിന് മുമ്പ് അവള് എന്റെ ഒരു കൂട്ടുകാരി ആയിരുന്നു. അതിന് എടി അവള് റോസാപ്പൂ വന്ന് തിരിച്ചൊരു താമരപ്പൂ പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞതാ. അത്രേ ഉള്ള. എന്നാ പിന്നെ നിങ്ങളെ കൂട്ടുകാരൻ സുമേഷ് ഇല്ലേ, അവനെ കാണും പിന്നെ ഞാൻ പൊട്ടി പൊട്ടി കരയണല്ലോ. എന്തിന്? അല്ല, അവ എനിക്ക് എന്തോരം മുല്ലപ്പൂ വന്ന് എന്റെ അമ്മയാണ് ഒരു ചെമ്പരത്തി പോലും ഞാൻ കൊടുത്തില്ല. ചേട്ടാ, പാല്. അതില് പാടേടി. പാലില് പാടയില്ല, പിന്നെ പാടലിച്ച് കെട്ടാൻ പറ്റുമോ? അമ്മ, പാലിന്റെ കൂട്ടത്ത് പഴമില്ലേ? പാലില് പാടി. നീ ഇത് പിടി. എടി നോക്കടി, ഇപ്പൊ പാലും പഴമായില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് പഴം നിന്ന് പാല് കുടിക്കണ കാണുന്നത്. ഒന്നുമില്ല. അമ്മ അവളൊന്നും പറയാതെ, അവളെന്റെ പൊന്നാണ്. ചേട്ടാ, എന്റെ അച്ഛനും ആദ്യം തന്നെ പറയണത് ഞാൻ നാക്കെടുത്ത പൊന്നാണെന്ന്. അവളെ നാക്കെടുത്തി ആ കല്ലിക്കൊണ്ട് വരേടാ. എന്തിനമ്മ? ഒറിജിനാണോ മുക്കും വേണ്ടെന്നറിയ ഇവളായത് കൊണ്ട്. അമ്മ പറയണെന്ന് നീ കാര്യമായിട്ട് എടുക്കല്. നിന്റെ സ്വന്തം അമ്മയെ പോലാണ് കാണാൻ. എത്ര നേരം ഞാൻ ഇവിടെ നിൽക്കണം അറിയാമോ? എനിക്ക് കുളിക്കണം, ചൂടുവെള്ളം ഉണ്ടാക്കിത്താ. നീ വന്നെന്ന് പറഞ്ഞു തുടങ്ങിയടി. പിന്നെ വന്നോടനെ കയറി ഭരിക്കാനേ. ഇതെന്താ നിയമസഭയാ? നീ എന്തേടി കാണിക്കണേ? നിങ്ങളല്ലേ പറയാ നിങ്ങളമ്മ എന്റെ അമ്മയെ പോലെ കാണാൻ. എന്റെ അമ്മയായിട്ട് ഇങ്ങനെയൊക്കെയാണ്. നീ എന്റെ അമ്മേ അമ്മാവിയായിട്ട് കണ്ടാ മതി. എടാ മാക്ലാജി പൈലേ, എന്തരമ്മ നിനക്ക് എവിടുന്ന് കിട്ടാടാ ഈ മാക്കാഞ്ചുപ്പി പെണ്ണിനെ? അമ്മ സുരേഷിന്റെ പാചകത്തിന് പോയല്ലോ. കാച്ചിയ പപ്പടം വെക്കാൻ വേണ്ടി ഞാനൊരു കൂടെ ഉണ്ടാന്ന് ചോദിച്ചു. അണ്ണാ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ അമ്മ. നീ എന്തിനാണ്ടടി ജോലിക്കും കൂലിക്കും പോത്തോണ്ട് ഇറങ്ങി വന്നത്? അമ്മ എനിക്ക് ഇന്നാ നാളെ വിസ വരൂലേ, അപ്പൊ ഞാൻ എവിടെ കൊണ്ട് അങ്ങ് പറക്കൂലേ. എടി, ഇവന്റെ അച്ഛന് 10 നാടൻ പോത്തിനെ വിട്ടാണ് ഇവനെ പോത്ത് കാട്ടുപോത്തിനെ വളർത്തിയത്. അതിനെ കുറിച്ച് നിങ്ങളൊന്നും പറയാതിരിക്കണാണ് നല്ലത്. ചേട്ടാ, എടി അച്ഛനാണെങ്കിൽ ഇയർ വാൽസിന്റെ പ്രശ്നമുണ്ട്. അടിച്ച് വിറ്റായി പോത്തിന്റെ ഫ്രണ്ടിൽ പോയി നിന്നില്ലേ, എന്നിട്ട് അത് ചവിട്ടിക്കൂട്ടി വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച്. നാട്ടിൽ വന്നപ്പോ അമ്മ എന്തൊരു പറഞ്ഞെന്നറിയാമോ? ഈ കൊത്തു പൊറോട്ട എനിക്ക് ഇഷ്ടമല്ല, എടുത്തോണ്ട് പോന്ന്. അങ്ങനെ നാട്ടിലൊരു പേര് വിട്ട് കൊത്തു പൊറോട്ടന്ന്. അമ്മ ഇതിനൊരു അവസാനം ഇല്ലേ? ഉണ്ടടാ ഉണ്ട്. എല്ലാ വീട്ടിൽ നടക്കാൻ പോലെ ഇവിടെ ഉണ്ടൊരു അവസാനം. ഡി, നീ വിളക്ക് പിടി. നീ കേറ്. നീ എവിടെ പോണ്? അമ്മ കേറാൻ പറഞ്ഞു. നീ ജോലിക്ക് പോടാ. അമ്മ അമ്മയല്ല കുമ്മ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ